അസ്സലാമലൈക്കും. ഇപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു 4 ഹെയർ ബാൻഡ് അതുപോലെ തന്നെ 4 ആലിഗേറ്റർ ക്ലിപ്പ്, അതായത് 2 ജോഡി ആലിഗേറ്റർ ക്ലിപ്പും 4 ഹെയർ ബാൻഡും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ വെച്ചിട്ടാണ് നമുക്ക്, ഈ ഒരു ലേസ് വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് അത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഈ ഒരു ലേസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് റേറ്റ് എന്താണെന്നുള്ളത്. ഇത് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് മീറ്ററിൻ്റെ റേറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പീസ് കണക്കാണ് വേണ്ടത് വെച്ചെങ്കിൽ ഒരു പീസിന് വരുന്നത് 3 രൂപ റേറ്റാണ് നമ്മൾ ഒരു പീസിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരുപാട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. വന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊരുവിധമൊക്കെ അത് മൂവിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സാധനം കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനിത് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് സ്റ്റാറ്റസ് കണ്ടിട്ട് ഇത് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതാണ് നമുക്ക് 4 ഹെയർ ബാൻഡിനുള്ള ഓർഡറും 2 ജോഡി ആലിഗേറ്റർ ക്ലിപ്പും. അപ്പോൾ അത് അവർക്ക് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതെന്തായാലും ഒരു വീഡിയോ എടുത്തിട്ട് എനിക്കതൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ പ്രത്യേകമായിട്ട് പറയാനൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സാറ്റിൻ കവർ ചെയ്ത ഹെയർ ബാൻഡിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ അറ്റാച്ച് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടുള്ളൂ. അത്രേ പണിയുള്ളൂ. അപ്പോൾ ഇത് വിശദീകരിച്ചിട്ട് പറയാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു വീഡിയോ നമ്മളിത് ചെയ്യുകയാണല്ലോ. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എന്നോട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പിങ്കും 2 ബ്ലൂ ആണ് ഒരു സാറ്റിൻ റിബൺ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ കളറും കൂടുതൽ വരുന്നത് പിങ്കും പിന്നെ ബ്ലൂ ഒക്കെ ആയിട്ടാണ് ഈ ലേസിൻ്റെ ഒരു കളർ കോമ്പിനേഷനും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്നോട് അതിനോട് മാച്ചായിട്ടുള്ള ഹെയർ ബാൻഡ് എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ 2 ബ്ലൂ എടുത്തത് 2 പിങ്കും എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഏതാണോ നിങ്ങൾക്ക് ഇതായിട്ട് തോന്നുന്നത് വെച്ചത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോഡലാണ് ഏകദേശം വരിക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ആ ഐഡിയക്ക് അനുസരിച്ച് ലേസ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ എന്നോട് അവർ ഇങ്ങനെ ഒരു മോഡലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മോഡൽ ചെയ്തെടുത്തത്. അതുപോലെ തന്നെ 4 ആലിഗേറ്റർ ക്ലിപ്പും 2 ജോഡിയായിട്ട് 4 ആലിഗേറ്റർ ക്ലിപ്പും 4 ഹെയർ ബാൻഡും ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 ആൾക്കാണ് ആലിഗേറ്റർ ക്ലിപ്പ് വേണ്ടുള്ളൂ, 2 ആൾക്ക് ഹെയർ ബാൻഡ് മാത്രമായിട്ടാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇതേപോലെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഗ്ലൂ അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ അറ്റാച്ച് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത്ര മാത്രമേ പണിയുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു 5 രൂപയുടെ കിറ്റിൻ്റെ ഒരു വീഡിയോസും അതുപോലെ തന്നെ 150 രൂപയുടെ ഒരു കിറ്റിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലും ഒരുപാട് ഓർഡേഴ്സ് എനിക്ക് 5 രൂപയുടെ കിറ്റിൻ്റെ ഇട്ടപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. 150 രൂപയുടെ ബൺ മെറ്റീരിയൽസിൻ്റെ കിറ്റ് ഇട്ടപ്പോഴും എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയപ്പോൾ തന്നെ എനിക്കത് എല്ലാവർക്കും ഒരുമിച്ച് അയക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുവിധമൊക്കെ ഞാൻ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പേരുടെ അത് അയക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് ഡിലേ ആയതുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇനി ഒരുപാട് പേരുടെ അയക്കാനുണ്ട്. ഒരുപാട് പേര് ഒരുപാട് ദിവസം പേയ്മെൻറ്റ് അടച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ 1-2 കസ്റ്റമർ മാത്രമാണ് അവർക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചീത്തൊക്കെ പറയുള്ളൂ. അല്ലാത്തവർ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം കിട്ടും. ഒരുപാട് ഓർഡർ ഒന്നിച്ച് വന്നപ്പോൾ ഒക്കെ കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. ഒരുപാട് പേര് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ നമുക്ക് അയക്കേ വേണ്ടുള്ളൂ. അതിനിടയ്ക്ക് നാളെ ഇപ്പോൾ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ മുടക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നാളെ അയക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ചൊവ്വാഴ്ച അയച്ചാലും ബുധനാഴ്ച കിട്ടുന്ന രീതിയിൽ ഞാനിവിടുന്ന് അയക്കാം. അപ്പോൾ അത് നിങ്ങളോടും കൂടെ പറയുകയാണ്. പിന്നെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ നോക്കുന്നാലാണ് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഓർഡർ എടുത്ത് കഴിഞ്ഞ് അവർക്ക് അയച്ചതിന് ശേഷം കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും പോസ്റ്റ് വഴിയല്ല അയച്ചത്, സ്പീഡ് ആൻഡ് സേഫ് കൊറിയറാണോ, നിങ്ങളെന്തുകൊണ്ട് പറഞ്ഞില്ല. അപ്പോൾ ഞാനെല്ലാതും വിശദീകരിച്ചിട്ട് വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കേട്ടതിന് ശേഷം ഓർഡർ എടുക്കുമ്പോൾ എന്നോട് ചോദിച്ചതിന് ശേഷം ഓർഡർ എടുക്കുക. അല്ലാണ്ട് ഓർഡർ എടുക്കലൊക്കെ കഴിഞ്ഞ് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചതിന് ശേഷമാവും ചിലവർ പറയുക നിങ്ങൾ ഇങ്ങനെയല്ല അയച്ചു, ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചതെന്ന്. അപ്പോൾ അതിനുള്ള ഇടമൊന്നും വരുത്തരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അന്വേഷിച്ച് പിടിച്ചിട്ട് ഓർഡർ ആക്കാൻ നോക്കുക.
അപ്പോൾ 1-2 കസ്റ്റമർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പറയണത്. അപ്പോൾ ഓർഡർ എടുക്കുമ്പോൾ എല്ലാം അന്വേഷിച്ചിട്ട് വേണം ഓർഡർ എടുക്കാൻ. ഞാൻ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയാണ് അയക്ക്, വീട്ടിലെത്തിക്കില്ല. നിങ്ങൾക്ക് പരിചയമുള്ളവരെ ഷോപ്പൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ അവർ അവിടെ എത്തിച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും, വീട്ടിൽ എത്തിച്ച് തരില്ല. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ഇത് ഞങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ തന്നെയാണ് ആലിഗേറ്റർ ക്ലിപ്പിലും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായി? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ലേസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.